ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മൂന്നാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ കോടതി ഇതിൽ അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് കോടതി ഇറക്കിയിരിക്കുന്ന ഇടക്കാല ഉത്തരവ് തുടങ്ങുന്നത് തന്നെ ഈ റിപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചു. അതിൽ സെൻസിറ്റീവായ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, അത് പുറത്തേക്ക് വിടുന്നില്ല എന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് SITയുടെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അത് ഇനി പ്രധാനപ്പെട്ട ചില നീക്കങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഉത്തരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്തായാലും ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം 6 ആഴ്ചത്തെ സമയം കൂടിയാണ് SITക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണം അതീവ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശം കൂടി ഈ ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായി ദേവസ്വം ബെഞ്ച് നൽകിയിട്ടുണ്ട്. ഒരു കാര്യങ്ങളും വിട്ടുപോകരുത്, എല്ലാ വശങ്ങളിലേക്കും പോയുള്ള അന്വേഷണം വേണമെന്നുകൂടി SP S ശശിധരന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ മധ്യേ ഇതുവരെ പുറത്തു വരാത്ത അല്ലെങ്കിൽ കോടതിക്ക് മുന്നിലേക്ക് എത്താത്ത ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ കണ്ടെത്തിയാൽ അത് അപ്പോൾ തന്നെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരണം, ഒരു റിപ്പോർട്ടായി എത്തിക്കണമെന്ന നിർദ്ദേശം കൂടി കോടതി നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് 2018 മുതൽ 2025 വരെയുള്ള ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശൽ, കട്ടിളപ്പാളി, ശ്രീകോവിലിൻ്റെ പ്രധാനപ്പെട്ട ഡോറ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്നതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില വിവരങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2014 മുതൽ 2025 വരെയുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം പോകുന്നത്. അതായത് കഴിഞ്ഞ 11 വർഷത്തെ ശബരിമല സന്നിധാനത്തെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന കൃത്യമായ സൂചനയും ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിലൂടെ നമുക്ക് വായിച്ചെടുക്കാനാവും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടി ഹൈക്കോടതി അനുകൂലമായ ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട 2 FIRകളും അതിൻ്റെ പകർപ്പുകൾ ആവശ്യപ്പെട്ട് ED റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയെങ്കിലും ആ കോടതി ഇത് അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതി ആ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് ഈ FIRകളുടെ പകർപ്പുകൾ വേണ്ടതെന്ന് കൂടുതൽ വിശദീകരണം നൽകി ഒരു അപേക്ഷ നൽകി ആ FIRകളുടെ പകർപ്പുകൾ EDക്ക് വാങ്ങുകയും ചെയ്യാം. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കളത്തിലേക്ക് വരുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഈ കേസിലെ പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുക വലിയ പ്രയാസമായി മാറും. അതോടൊപ്പം തന്നെ പ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.